ദുബൈയിൽ അനേകായിരം പേർക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്ന 900 ദശലക്ഷം ദിർഹത്തിന്റെ പുതിയ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് ദേറയിലെ മത്സ്യ മാർക്കറ്റ്. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ 250 ദശലക്ഷം ദിർഹം ചെലവിൽ പണി നടക്കുന്ന ഈ മാർക്കറ്റ് ശീതീകരിച്ചതും അത്യാധുനിക സൗകര്യത്തോടെയുമാണ് നിർമ്മിക്കുന്നത്. ദുബൈ സഫാരി, ദുബൈ ഫ്രെയിം പ്രോജക്ട് തുടങ്ങിയ പേരുകളിലുള്ള ടൂറിസം രംഗം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് മറ്റൊന്ന്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് 400ഓളം ഏക്കറിൽ നിർമ്മിക്കുന്ന ആവാസകേന്ദ്രമാണ് സഫാരി. മൊത്തം 300 ദശലക്ഷം ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ രണ്ട് പദ്ധതിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി 8 പ്രത്യേക ഹൈടെക് മാർക്കറ്റുകൾ സ്ഥാപിക്കും. നഗരത്തിലെത്തുന്ന സന്ദർശകരെ ആകർഷിക്കും വിധത്തിൽ വ്യാപാര മേഖലയെ അനുയോജ്യമായ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഇതിനു പുറമെ പക്ഷിമൃഗങ്ങളുടെ വിൽപ്പനയ്ക്കും വിനോദ പരിപാടികൾക്കുമായി 20,000ഓളം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായുള്ള മാർക്കറ്റും മത്സ്യബന്ധന ബോട്ടുകൾ നിർമ്മിക്കാനും കയറ്റിയിറക്കാനുമായി ബോട്ട് ആൻഡ് ഫിഷിംഗ് മാർക്കറ്റും പദ്ധതിയുടെ ഭാഗമായുണ്ട്. ഹോളി ഖുർആൻ പാർക്കും മാരിടൈം മ്യൂസിയവും പദ്ധതിയിലെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ്. ഇതിന്റെയൊക്കെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ദുബൈയുടെ മുഖം കൂടുതൽ മിനുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ ദുബൈ ഭരണകൂടം പ്രഖ്യാപിച്ചത്. 200-ലധികം രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകരെത്തുന്ന ദുബൈയെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ ഇത് കൂടുതൽ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളാണ്. മീഡിയ 1 ദുബൈ.